ഒരു നാടിന് കാവലായി പഴയടത്ത് ശ്രീ നരസിംഹസ്വാമിയും പുതിയടത്ത് ശ്രീകൃഷ്ണസ്വാമിയും കുടികൊള്ളുന്ന പുണ്യഗ്രാമം. അന്നന്നത്തെ സ്വപ്നങ്ങൾ കൂട്ടിവെച്ച ആഘോഷത്തിനായി ഒരുങ്ങുന്ന ഒരു ജനതയുടെ ആ കാത്തിരിപ്പിന് വിരാമമാണിന്ന്. അതെ, പറഞ്ഞാൽ തീരാത്ത ചരിത്രവും പറയുവാൻ ഏറെയുള്ള ആവേശവും അണിനിറക്കുന്ന മണ്ണ്, പേരും പെരുമയും നിറഞ്ഞ തമ്പുരാന്റെ മണ്ണ്, ആനയടിയുടെ മണ്ണ്. കുഴപ്പമില്ല, പപ്പടം കഴിച്ചോട്ടെ, പപ്പടം കഴിച്ചോട്ടെ. നാളെ വന്ന ഒന്ന് ചിരിച്ച് ഹായ് പറ. പേര് പറഞ്ഞ പറയും. പേര് പറ. ദുർഗ. ഭദ്ര എന്ന് പറയട്ടെ. അല്ല, നീ അല്ലേ ഭദ്ര? നീ ദുർഗ. അത് ഭദ്ര, നീ ദുർഗ. പറ ഭദ്ര എന്ന് പറ. ദുർഗ എന്ന് പറ. അന്നേരം ദേവഭദ്ര എന്ന് പറ. അത് ചേച്ചിയല്ലേ? അല്ല, ദേവഭദ്ര. ഇത് ദേവദുർഗ. മൂത്താള് ദേവമിത്ര. ആവേശം തന്റേതാക്കി മാറ്റിയ താരസുന്ദരൻ. എടുപ്പിലും നടപ്പിലും ഒരു പുതുകാലത്തിന്റെ തിളക്കം കൂടെയുണ്ടെന്ന് മലയാള മഹിമയോട് ഉറച്ചു പറയുന്നവൻ. ചരിത്രമിറങ്ങുന്ന ആമ്പല്ലൂരിന്റെ മണ്ണിൽ നിന്നും ആഘോഷം നിറയുന്ന ശൂരനാടിന്റെ മടിത്തട്ടിലേക്ക് വരികയാണ് ഈ യുവതാരനായകൻ. മണ്ണിന്റെ മടിത്തട്ടിലേക്ക് ഇനി ഇതാ അക്ഷരനഗരിയുടെ വീര സേനാപതി വരികയാണ്. അതെ, ആയിരങ്ങളിൽ ഒരുവന് മാത്രം കാണുന്ന വേറിട്ട ആവേശത്തിന്റെ ഗജസ്വരൂപമാണിവൻ. ഗജേന്ദ്ര സേനാപതി തോട്ടേക്കാട്ടുകണ്ണൻ. ഇതാ
തന്റെ പ്രിയ സാരഥി നെടുങ്ങല്ലൂർ സരോജിന്റെ കയ്യും പിടിച്ച് കടന്നു വരികയാണ് ആനയുടെ തമ്പുരാന്റെ പുണ്യഭൂമിയിലേക്ക്. വരികയാണ് പേരുകേട്ട നേരത്തെല്ലാം ഈ മണ്ണിൽ അവതരിക്കുന്ന കണ്ണൻ. വടക്കൻ മണ്ണിന്റെ തട്ടകം കിടന്ന് മലയാള നാട്ടിൽ കാലുകുത്തിയ തന്റേതായ ഇടം തനത് ശൈലിയിൽ നേടിയെടുത്തവൻ. താരങ്ങളിൽ മാത്രം വാണുവിളങ്ങിയ തോട്ടക്കാരുടെ ഗജകേസരിയാണിവൻ. അതെ, വരികയാണ് പതുവ് പോലെ ഇവിടം ആവേശം നിറയ്ക്കുവാൻ വരികയാണവൻ. എണ്ണം പറഞ്ഞ താരങ്ങളിൽ ഒരുവനായി പൂരം കൂടുവാൻ കടന്നു വരികയാണവൻ. ആനക്കോട്ടയത്തിന്റെ ഉത്തമ കോട്ടയിലെ ഒന്നാം തരം ഗജക്കില്ലാടി ഗജേന്ദ്ര സേനാപതി തോട്ടേക്കാട്ടുകണ്ണൻ. പൂരങ്ങളുടെ പൂരത്തിനും ആരവങ്ങളുടെ മഹോത്സവത്തിനുമെല്ലാം അക്ഷരനഗരിയുടെ സാന്നിധ്യമായി കടന്നു ചെല്ലുന്നവനാണിവൻ. ഇത്തിത്താനം ഗജമേളയിലും തിരുനക്കര പകൽ പൂരത്തിലും തന്റെ താരപ്രഭയെടുത്തു കാണിച്ച് പലകുറി കടന്നു വന്നവനാണിവൻ. പുലിയന്നൂർ ആനയൂട്ടിൽ പകലിന്റെ ആരവങ്ങളെ സാക്ഷിയാക്കി കടന്നു വന്ന് ആവേശം കൊണ്ട് അലമാല തീർത്തവനാണിവൻ. ഏറ്റുമാനൂർ ദേവരുടെ നാട്ടിൽ 7.5 പൊന്നാനയ്ക്കടക്കം അകമ്പടി സേവിച്ചവനാണിവൻ. അതെ, വന്നു ചേരുകയാണ് തോട്ടേക്കാടിന്റെ മണ്ണിലെ എണ്ണം പറഞ്ഞ രണ്ടാമൻ. തെക്കൻ മലയാളത്തിലും വടക്കൻ മലയാളത്തിലും തന്റെ വിജയപ്രഭ കൊണ്ട് കിരീടം ചൂടി വാഴുന്ന വീരസേനാനി വരികയാണ്. ഗജേന്ദ്ര സേനാപതി തോട്ടേക്കാട്ട് കണ്ണനും സാരഥി മാർഗം. ആനയടി പൂരത്തിലേക്ക് സ്വാഗതം. അരങ്ങൊഴിഞ്ഞ പൂരനായകനെ അനുസ്മരിപ്പിക്കുന്ന അഴകിന്റെ നിറകുടം. അതെ, കാണുന്ന കാഴ്ചയിൽ തന്നെ ഏതൊരു കണ്ണിനും തന്റെ മികവാർന്ന അഴകുകൊണ്ട് വിരുന്ന് ചാർത്തുന്ന വീരനായകൻ. മലയാള നാടിന്റെ വന്യവശ്യ സൗന്ദര്യം, നാടൻ അഴകിന്റെ പൂർണ്ണതയും നിറഞ്ഞ മറ്റൊരു മാതംഗ സ്തംഭനാൻ കടന്നു വരികയാണ് ആനയടി പൂരത്തിലേക്ക്. തൃശൂരിന്റെ മണ്ണിൽ ആവേശത്തിന്റെ സ്വരൂപമായി നിറഞ്ഞാടിയവൻ. ഒരു കാലത്തിന്റെ ആവേശമായ ഗജനിരയിലെ മിന്നും താരമായി തിളങ്ങി വിളങ്ങിയ സൗന്ദര്യ ശ്രീമാൻ. ഗതകാല പ്രതാപമൊന്നും അടിയറവ് വയ്ക്കുവാൻ മനസ്സ് പരമേശ്വരൻ നാഥനായി കുടികൊള്ളുന്ന തേക്കിൻ കാട്ടിൽ ഗജമഹിമയുടെ സവിശേഷതയുമായി അവതരിക്കുന്ന മഹേശ്വരൻ ഇതാ ഈ പുണ്യഭൂമിയിലും വന്നു ചേരുന്നു. ഗജകേസരി പാണംചേരി മഹേശ്വരൻ. ആനക്കേരളത്തിന്റെ എണ്ണം പറഞ്ഞ ഗജരാജ കില്ലാടികളിൽ ഒരുവനായ മഹേശ്വരൻ ഇതാ ആനയടി പൂരത്തിന്റെ പുണ്യഭൂമിയിൽ കളഭച്ചാർത്തണിഞ്ഞു വരികയാണ്. പാണംചേരിയുടെ പടനായകനും കൂട്ടർക്കും ആനയടി പൂരത്തിന്റെ പെരുമയിലേക്ക് സ്വാഗതം, സുസ്വാഗതം. പൂരാവേശത്തിന്റെ ആഘോഷം ഹൃദയത്തിൽ ഏറ്റുവാങ്ങി ഈശയുടെ കാവലാളായി തെക്കൻ മലയാളത്തിന്റെ മടിത്തട്ടിൽ നെഞ്ചും വിരിച്ചു നിൽക്കുന്ന തമ്പുരാൻ. എണ്ണം പറഞ്ഞ വേദികൾ എന്നും സ്ഥാനം നൽകി ആദരിച്ച അടൂരിന്റെ വീരപുത്രൻ. ശാന്തശീലനും സൗമ്യപ്രഭാവനുമായ ചക്രവർത്തി മാതംഗ സൗമ്യ ശ്രേഷ്ഠൻ ഗജേന്ദ്ര നാട്ടുപ്രമാണി മൗട്ടത്തു രാജേന്ദ്രൻ. തമ്പുരാന്റെ മണ്ണിൽ അഴകിന്റെ പൊൻപ്രഭ നിറച്ചു നിൽക്കുവാനിതാ ചിട്ടയും ശൈലിയും സ്വഭാവവും പഠിപ്പിച്ച ചട്ടക്കാരൻ പഴകുളം അനിയുടെ കയ്യിൽ പിടിച്ചു കടന്നു വരികയാണവൻ. തെക്കൻ മലയാളത്തിന്റെ താര തമ്പുരാൻ. തെക്കൻ തട്ടകത്തിൽ തർക്കമില്ലാതെ ആവേശം നിറച്ചുകൊണ്ട് ചരിത്ര നിമിഷങ്ങൾ നിറച്ചവൻ ഗജേന്ദ്ര നാട്ടുപ്രമാണി മൗട്ടത്തു രാജേന്ദ്രൻ.
കൊടുത്തവനിതാ അങ്ങ് ആൻഡമാൻ നാടിന്റെ മടിത്തട്ടിൽ നിന്നും ആന കേരളത്തിന്റെ വിരിമാറിലേക്ക് കടന്നു വന്ന വിസ്മയം ഇതാ. എണ്ണിയാൽ ഒടുങ്ങാത്ത ആവേശങ്ങൾ നിറയുമ്പോഴും ആരും കൊതിക്കുന്ന ശാന്തതയുടെ ഗജമൂർത്തി ഭാവമായി നിറയുന്നവനിതാ. അഴകിന്റെ മഴവിൽ അഴകുകൾ തന്നോട് ചേർത്ത് ആന കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം താരമാകുന്നവൻ ഇതാ കടന്നു വരികയാണ്. തെക്കിന്റെ തനതായ പൂരപ്പറമ്പുകളും വടക്കിന്റെ ചിട്ടവട്ടങ്ങളും മനപ്പാഠമാക്കി അടൂരിന്റെ ഗജനായകൻ മാതംഗ സൗമ്യ ശ്രേഷ്ഠൻ മൗട്ടത്തൂർ രാജേന്ദ്രൻ. പറയുന്ന പഴകുളം അനിച്ചേട്ടന്റെ കഥകൾ പറഞ്ഞുകൊണ്ട് ഇതാ കാലം കഥകൾ പറയുന്ന തൃശൂർ പേരൂരിൽ നിന്നും പത്തനംതിട്ടയുടെ മടിത്തട്ടിലേക്ക് കടന്നു വന്ന രാജനിയോഗം. പേരുകേട്ട പൂരങ്ങളിലും പെരുമയുള്ള മണ്ണിലും നിറഞ്ഞു നിൽക്കുന്ന തെക്കൻ മണ്ണത്തിന്റെ തിലകം ചാർത്തിയവൻ, ഏത് വമ്പരോടും പടവരുതുവാൻ പേടിയില്ലാത്ത നായകൻ മൗട്ടത്തൂർ രാജേന്ദ്രനും സാരഥിമാർഗം ആനയടി പൂരത്തിലേക്ക് സ്വാഗതം. ആളും മരങ്ങും ഒരുങ്ങി നിൽക്കുന്ന മണ്ണിലേക്ക് ഉണ്ണിക്കണ്ണന്റെ മണ്ണിലിതാ ഉത്സവാഘോഷങ്ങൾക്ക് നിറം പകർന്നുകൊണ്ട് ആ മണ്ണിൽ നിന്നും കടന്നു വന്നിരിക്കുന്നു ഗജകേസരി നെടുമൺകാവ് മണികണ്ഠൻ. ആരവങ്ങൾ അകമ്പടിയാക്കി രാജാക്കന്മാർ പിറന്ന ഉത്തര ഭാരത മണ്ണിൽ നിന്നും മാതംഗ മലയാളത്തിന്റെ തെക്കൻ മണ്ണിനായി അവതാരമെടുത്തവൻ, വടക്കു പിറന്നവരുടെ വരവിനാൽ കീർത്തി ആർജിച്ച കൊല്ലം മണ്ണിൽ മരുവുന്ന വീരശ്രേഷ്ഠൻ ഗജകേസരി നെടുമൺകാവ് മണികണ്ഠനും സാരഥിമാർക്കും സ്വാഗതം. ചരിത്രമിറങ്ങുന്ന ഈ മണ്ണിന്റെ രാജവീഥിയിലേക്ക് ഇതാ നാളെയുടെ നാളുകളിൽ മാതംഗ മലയാള വാഴ്ത്തിപ്പാടിന്റെ ഒരു വീരപുത്രൻ കടന്നു വരികയാണ്. അനന്തപ്രസാദ് കൊച്ചിലപ്പാട്ട് തോട്ടുവയ്യുടെ വഴിപാടാകുന്ന കൊമ്പൻ, പെരിങ്ങല്ലിപ്പുറത്ത് വാഴുന്ന ഭുവനേശ്വരിയുടെ നാമം പെരുമയോടെ മുഴക്കുവാൻ പോകുന്ന പോരാളി കടന്നു വരികയാണ്. യൗവന രാജപ്രജാപതി പെരിങ്ങല്ലിപ്പുറം അപ്പു. തെക്കിന്റെ രാജഭൂമിയിൽ തിളക്കമുള്ള താരങ്ങളെ വഴി നടത്തിയ ചട്ടക്കാരൻ പെരിങ്ങല്ലിപ്പുറം ഗോപിയുടെ കയ്യും പിടിച്ചു കടന്നു വരികയാണവൻ. വടക്കൻ മണ്ണിൽ കൊണ്ട് ആനയടി പൂരപ്രപഞ്ചത്തിലേക്ക് വരികയാണവൻ. ചരിത്രം രചിച്ച ഗജപ്പിറവികൾ പിറവികൊണ്ട വടക്കൻ മഴക്കാട്ടിൽ ആന കേരളത്തിനായി അവതാരമെടുത്തവൻ. സവിശേഷതകളുടെ നിറകുടമായി പൂരം കൂടുവാൻ എഴുന്നള്ളി വന്നവൻ. പെരുമയാർന്ന ശീലങ്ങളും തികവിന്റെ ശാന്തതയും തന്നോട് ചേർത്ത ഗജരാജവിസ്മയം കടന്നു വരികയാണവൻ. ഗജരാജ ശ്രേഷ്ഠൻ പനക്കൽ നന്ദൻ. ആഘോഷങ്ങൾക്ക് നിറച്ചാർത്തേക്കുവാൻ, ആവേശത്തിന് തിലകം ചാർത്തുവാൻ സാരഥി അനീഷിന്റെ കൈയും പിടിച്ചുകൊണ്ടിതാ ആനയടി പൂരത്തിലേക്ക് കടന്നു വരുന്ന പനക്കൽ നന്ദനും കൂട്ടർക്കും സ്വാഗതം, സുസ്വാഗതം. പിന്നിടുന്ന വീഥികളിലെമ്പാടും മുന്നേറ്റത്തിന്റെ കഥപറീരാസാഗരമുള്ള അനന്ത പത്മനാഭന്റെ മണ്ണിലെ മാതംഗ ശ്രീമാൻ, തെക്കൻ മണ്ണിന്റെ മടിത്തട്ടിൽ തിളക്കമുള്ള തമ്പുരാനായി വാഴുവാൻ ഊണാട്ടുകരയുടെ മണ്ണിൽ നിന്നും പടികടന്നു വന്നവൻ സിന്ദൂരകുലപതി കാണാവിള ശിവനാരായണൻ. വരികയാണ് ചട്ടക്കാരൻ ശംഭുവിന്റെ കൈകൾ പിടിച്ചുകൊണ്ട് എഴുന്നള്ളിപ്പിന്റെ രാജകല നിറയുന്ന മണ്ണിലേക്ക് തികവാർന്ന ചന്തമായി വരുന്ന മാതംഗ ശ്രേഷ്ഠൻ വരികയാണ്. ആനക്കമ്പത്തിന്റെ തേരിൽ ആണുങ്ങൾ അണിനിരക്കുമ്പോൾ അതിൽ അഴകിന്റെ മാറ്റുല നിറയ്ക്കുവാൻ ഉണ്ടാകുവാൻ വന്നു ചേരുകയാണവൻ. വീരന്മാർ വാഴുന്ന കൊല്ലത്തെ രാജഭൂമിയിൽ വാനോളം കീർത്തിയുമായി വരുവാൻ വന്ന മാതംഗ തിരുമകൻ തികവാർന്ന സൗന്ദര്യഭാവത്തിനാലും ഭംഗിയാർന്ന സൗകുമാര്യത്തിനാലും ആരാധക ഹൃദയങ്ങളിൽ ആഴ്ന്നിറങ്ങിയ ആനസ്വരൂപം ഊട്ടിയുറപ്പിച്ച സൗന്ദര്യ മഹിമ കൊണ്ടും മനം മയക്കുന്ന മനോഹര മസ്തകം കൊണ്ടും തെക്കിന്റെ നിലകക്കുറിയായി മാറിയവൻ അനന്തപുരിയുടെ ഉയരക്കേവൻ. തികഞ്ഞ ശാന്തതയും തികവാർന്ന തലപ്പക്കവും ഒന്നുചേരുന്ന മാതംഗ ശ്രീമാൻ സിന്ദൂര കുലപതി കാണാവിള ശിവനാരായണനും സാരഥിമാർഗം ആനയടി പൂരത്തിന്റെ പെരുമയിലേക്ക് സ്വാഗതം.
പ്രസിദ്ധമായ സൗന്ദര്യ ശൈലി കൊണ്ട് ആരാധകരെ തന്നോട് അടുപ്പിക്കുന്ന വേറിട്ട മാതംഗം അമലിന്റെയും വിഷ്ണുവിന്റെയും ദിനുവിന്റെയും കൈകൾ പിടിച്ചുകൊണ്ടിതാ ആനയടി പൂരത്തിന്റെ പെരുമയിലേക്ക് കടന്നു വരികയാണവൻ. കുത്തിയോട്ട പാട്ടുകൾ മുഴങ്ങുന്ന ഓണാട്ടുകരയുടെ മണ്ണിൽ നിന്നും പൂരങ്ങളുടെ നാട്ടിലേക്ക് ആവേശമായി കടന്നു വന്നവൻ. പേരെടുത്ത അനവധി പൂരങ്ങൾക്ക് താരമായി നിറയുവാൻ തീരെ മടിക്കാതെ ചെന്നവൻ. അതെ, കാഴ്ചയിലെ സൗന്ദര്യഭാവം കൊണ്ട് ഏതൊരു മനസ്സും കുളിർമയേകുന്ന ആനച്ചന്തം പകരുന്ന താരകമിത ആരാധകരുടെ സ്വന്തം കാശി ഗണപതി പ്രിയൻ വഴുവാടി കാശിനാഥൻ. കാണുന്ന കാഴ്ചയിൽ തന്നെ ഏത് മനസ്സും കീഴടക്കുവാൻ പോകുന്ന വേറിട്ട ആനച്ചന്തമിത. സുസ്വാഗതം. നരസിംഹ ചൈതന്യം മനസ്സിൽ നിറയുന്ന സന്നിധിയിലേക്കിതാ വീണ്ടും ഒരു ഉത്സവ പൊൻസുദിനം വന്നെത്തുമ്പോൾ ഇതാ ഭഗവാന്റെ പൂരം കൂടുവാൻ വരുന്നുണ്ട് മറ്റൊരാനച്ചന്തം. മണ്ണിൽ പിറന്ന വീരന്മാരിൽ മാതംഗ പെരുമയുടെ ഇല്ല പെരുമ തൊട്ടവൻ സുരേഷ് കുമാർ പടിപ്പുരക്കൽ കിഴക്ക് താമാക്കുളം സമർപ്പിക്കുന്ന വഴിപാടായി കടന്നു വരികയാണ് ഗജരാജൻ പടിഞ്ഞാറേ മഠം ശങ്കരൻ. പ്രൗഢഗംഭീരമാകുമ്പോൾ ഈ പുണ്യഭൂമിയിലേക്ക് ഇതാ ആലപ്പുഴയുടെ ആനപ്പെരുമയ്ക്ക് മഹിമയും പെരുമയും ചാർത്ത് നിലകൊള്ളുന്ന ഗജമികവിന്റെ താരകം പടിഞ്ഞാറേ മഠം ശങ്കരനും സാരഥിമാർക്കും ആനയടി പൂരത്തിലേക്ക് സ്വാഗതം. പ്രൗഢഗംഭീരമാകുന്ന ആനയടിയിൽ ഇന്ന് പൊൻപൂരമാകുമ്പോൾ ആലപ്പുഴയുടെ ഗജപ്പെരുമയുമായിട്ട് ഇതാ ഇവിടെയുണ്ടവനും. അതെ, ഇവൻ ഒരുപിടി സൗഭാഗ്യങ്ങളുമായി ഇത്തവണയും ഇവിടെ വന്നു ചേർന്നവൻ ഗജമുഖ ഭീമൻ കുളമാക്കിൽ പാർത്ഥസാരഥി. അതെ, ആലപ്പുഴയിലേക്ക് വന്ന നാൾ മുതൽ ആവേശമോട് വഴി നടത്തുന്ന പ്രിയ സാരഥി മാരാരിക്കുളം രജിയുടെ കയ്യും പിടിച്ചുകൊണ്ട് വീണ്ടും ഒരു ആനകടി പൂരം കൂടുവാൻ വരികയാണവൻ. ദേശനാഥനായ തിരുവൈക്കത്തപ്പന്റെ കൊടിയ തെറിയിപ്പുമായി തിരുവൈക്കം മുഴുവൻ നിറഞ്ഞു നിന്നവൻ. സന്ധ്യാവേളയുടെ സുദിനം മുതൽ വൈക്കത്തിന്റെ പെരുമയിൽ അണിചേർന്നവൻ. സർവാലങ്കാര വിഭൂഷിതനായ തിരുവൈക്കത്തപ്പനെ ശിരസിലേറ്റി തന്റെ പെരുമയൂട്ടിയുറപ്പിച്ചവൻ. പതിവ് പോലെ വൈക്കത്തഷ്ടമിയുടെ മഹിമയിൽ നിറഞ്ഞു നിന്നവൻ ഇവൻ. പതിവിന്റെ പ്രൗഢിയിൽ ഒരുങ്ങുന്ന ആനയടി ഗജമികവിന്റെ മിന്നും താരം കലബൂരിന്റെ മണ്ണിലെ കരുത്തുറ്റ ഗജരൂപമായ ആലപ്പുഴയുടെ ആനപ്പെരുമ ചൂടടി പൂരപ്പെരുമയിലേക്ക് സ്വാഗതം, സുസ്വാഗതം. ചേലുള്ള സഹ്യപുത്രന്മാരുടെ ചെവിയാട്ടത്തിന് കാവൽ നിൽക്കുന്ന മലയാളക്കരയുടെ എണ്ണം പറഞ്ഞ സൗന്ദര്യം കടന്നു വരികയാണവൻ. നാഗമാണിക്യം പുത്തൻകുളം കേശവൻ. അതെ, അഴകിന്റെയും സ്വഭാവ മഹിമയുടെയും പുതുവസന്തങ്ങൾ മലയാള മണ്ണിൽ വിരിയിച്ച ഗജരാജാക്കന്മാരിൽ തെക്കൻ കേരളം കാത്തു സൂക്ഷിക്കുന്ന വൈഡൂര്യം. മലയാള മണ്ണിന്റെ മടിത്തട്ടിൽ പിറവികൊണ്ട് മലയാളത്തം പഠിച്ച മാതംഗ കുലപതിമാരിൽ ലക്ഷണയുക്തൻ പൗലോസിന്റെ കൈകൾ പിടിച്ചുകൊണ്ടിതാ തന്റെ ശരീരം കൊണ്ട് ജനമനസ്സുകൾ കീഴടക്കിയ സർവാംഗ സുന്ദരൻ കടന്നു വരുന്നു. നാഗമാണിക്യം പുത്തൻകുളം കേശവൻ. ഇതാ തെക്കൻ കേരളത്തിൽ തെക്കൻ തട്ടകത്തിൽ ഗജപഥചലനം തീർക്കുവാൻ കടന്നു വരികയാണ് പുത്തൻകുളം കാവേരി പാർക്കിന്റെ ആനച്ചന്തം. ആന കേരളത്തിന് എന്നും എണ്ണമറ്റ സംഭാവനകൾ നൽകിയിട്ടുള്ള പുത്തൻകുളം ഷാജിയേട്ടന്റെ ഏറ്റവും മികച്ച നാട്ടാനച്ചന്തം.
ആനയടി പൂരമടക്കം തെക്കൻ മണ്ണിലെ എണ്ണമിയും കാണുവാൻ കൊതിക്കുന്ന വസന്തം വീണ്ടും തന്റെ ആവേശത്തിന് അനവധി കൊടുക്കാതെ കടന്നു വരികയാണവൻ. കാണുന്ന കണ്ണുകളെ തന്റെ കരിയഴകിൽ മയക്കി കാർവർണ്ണന്മാരുടെ മലയാള തറവാടിത്തം കാണിച്ചു കൊടുക്കുവാൻ ഒട്ടും മടിക്കാത്ത പുത്തൻകുളംകാരൻ. ഇവൻ സൗന്ദര്യം കൊണ്ടും ശാരീരിക മഹിമ കൊണ്ടും പകരം വയ്ക്കാനില്ലാത്ത ആൺപിറപ്പ് നാഗമാണിക്യം പുത്തൻ. ഇത് ആനയടിയുടെ മണ്ണ്. ആവേശത്തിന്റെ ആനക്കഥകൾ കേട്ടു വളർന്ന ബാല്യവും കൗമാരവും എണ്ണം പറഞ്ഞ സമിതികളായി മാറി ആവേശം തീർക്കുന്ന മണ്ണ്. ആഘോഷത്തിന് വീരന്മാർ വരേണ്ടേ എന്ന ചോദ്യത്തിന് ആനക്കേരളത്തിന്റെ ആരവം തീർത്ത തെക്കിന്റെ ദേവരെഴുന്നള്ളും മണ്ണ്. സാക്ഷാൽ ഗജരാജരത്നം തൃക്കടവൂർ ശിവരാജ് പലകുറി ഒരുങ്ങി ഇറങ്ങിയ മണ്ണ്. നാട്ടാന ചന്തത്തിന്റെ നാട്ടുപ്രമാണി ഇറങ്ങിയ മണ്ണ്. പകിട്ടും പ്രൗഢിയും പത്തരമാറ്റ് ചന്തവുമായി ആന കേരളത്തിന്റെ പെരുമാൾ അവതാരം കൊണ്ട പുണ്യഭൂമി. അതെ, ഇത് ലക്ഷോപലക്ഷം മാനസങ്ങളുടെ ആരാധനാ പുരുഷനായി വാഴുന്ന കാലത്തിന്റെ ആവേശത്തിന് താരപ്രഭയേകി താൻ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് ഗജരാജ ഹിമവാൻ ചിറക്കൽ കാളിദാസൻ കുറിച്ചിട്ട് മടങ്ങിയവെന്ന് എഴുതപ്പെട്ട ചരിത്രങ്ങളിൽ ഏറ്റവും താരമൂല്യമുള്ളവരെന്ന് പാലക്കാടൻ മണ്ണിൽ നിന്നും തെളിയിച്ച സാക്ഷാൽ ഗജരാജ വൈഡൂര്യം മംഗലാപ്പുർ അയ്യപ്പനായി ഒരുങ്ങിയിരുന്നവെന്ന്. അതെ, കൊടുമുടിയാടിയ ചരിത്രത്തിന് വീരന്മാരും താരസൂര്യന്മാരും ആരവം നിറച്ച് വലം വെച്ച മണ്ണിൽ എന്ന് തെളിയിച്ച നരസിംഹപ്രിയൻ ആനയടി അപ്പുവിന്റെ മണ്ണ്. മേളം ആരംഭിക്കാൻ പോവുകയാണ്. ആയതിനാൽ പുലപ്പണത്തിൽ
പാട്ട്